നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ആര് ജയിക്കണം? ആര് ജയിക്കണം? അൻവർ സാർ തന്നെ ജയിക്കണം. എന്റെ പേര് സാബുവാ സാർ. എന്ത് ചെയ്യുന്നു? താൽക്കാലികമായി മലപ്പുറത്താണ് താമസിക്കുന്നത്. സ്വദേശം കോട്ടയം കടുത്തുരുത്തിയാണ്. ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. കുട്ടികളൊക്കെ ഉണ്ടോ? കുട്ടികൾ 2 മക്കളുണ്ട്. ആൺകുട്ടികളാണ്. ഒരാളുടെ പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടില്ല. മലപ്പുറത്ത് എവിടെ? നിലമ്പൂരാണ്. മലപ്പുറത്ത് ഞാനിപ്പോ താമസിക്കുന്ന പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ്. അങ്ങാടിപ്പുറത്തിന്റെ നിയർ അങ്ങാടിപ്പുറം. ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റാന്ന് പറഞ്ഞാൽ അങ്ങനെ ആയതാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായപ്പോഴത്തേനും എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ഒരു കഴിവുള്ള ഇതല്ല. മൈക്ക് ഇത് പാട്ട് പാടുന്ന മൈക്കാണ്. പാട്ട് പാടുന്ന എവിടെയെങ്കിലും ആൾക്കൂട്ടം കാണുമ്പോഴത്തേനൊക്കെ അവിടെയൊക്കെയാണ് പാടുന്നത്. പാടുന്നത്. അപ്പൊ എനിക്ക് പൈസ കിട്ടും. സാധാരണപ്പെട്ട ആളാണ് ആ ബോക്സിൽ പൈസ കൊണ്ടിടുന്നത്. പണക്കാരൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ വെറുതെ നോക്കും. കുറെ നേരം എന്നെ നോക്കിട്ട് പറഞ്ഞു. ചിലർ തരുന്നവരും ഉണ്ട് കേട്ടോ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈനയിന്നും ഉറങ്ങിയില്ല. സാറിനെ ഇത് കാണാൻ വന്നേ ഉള്ളു. ഞാനിപ്പോ മറ്റേ ഇതിലേക്ക് മറ്റുള്ളവരുടെ വെറുപ്പോ എന്നെ ദൈവത് എനിക്ക് തോന്നരുത്. ഞാൻ പറയുകയാണ്, ഒരു വ്യക്തിയെ കാണാൻ നല്ല വ്യക്തികളാണ് ഞാൻ നല്ല വ്യക്തികളാണെന്ന് തന്നെ പറയും. മോശപ്പെട്ട ആളാണെങ്കിൽ മോശപ്പെട്ടതെന്ന്, അത് എന്റെ കഴുത്ത് പോയാലും ശരി ഞാൻ പറയും. കാരണം എന്നാ പറയോ, അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം. സാറിനെ കാണാൻ അപ്പൊ സാർ ഇവിടെ ഇല്ല. ഇപ്പൊ സാറിപ്പോ വെളിയിൽ പോയിരിക്കാന്ന് പറഞ്ഞു. വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ പറയുകയാണെങ്കിൽ അതൊന്നുമല്ല കേരളത്തിലെ പ്രശ്നം. കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ വെള്ളം കുടിപ്പിക്കും. നട്ടിച്ചു. നീ കഞ്ഞൽപ്പനല്ലടാ, പൊന്നപ്പൻ. എന്താണോ ഇതൊക്കെ പാട്ടാണോ പാടുന്നത്? ഏലമരക്കാറ്റിൽ മരം കുറവാണെന്നോ? വിളിച്ചിന്ന് കുറച്ച് ഇറക്കുമതി ചെയ്യേ. ഈ പ്രത്യേക രൂപവും പ്രത്യേക പാട്ടും. എന്റെ ഭർത്താവേ, നിന്റെ കർത്താവേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. നമ്മുടെ നവകേരള സദസ് വന്നില്ലേ, അപ്പം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. എല്ലാരും പരാതി കൊടുത്തല്ലോ. ഞാനും ഓടിപ്പോയിട്ട് പരാതി കൊടുത്തു. പെരിന്തൽമണ്ണ വന്നതാ, ശരിയല്ലേ? പെരിന്തൽമണ്ണ വന്നപ്പോഴത്തേക്കും ഞാൻ പരാതി കൊടുത്തു. പക്ഷെ അതിന് സെല്ലിലേക്ക് പെട്ടെന്ന് മെസ്സേജ് വരും. പിന്നെ അതിനുശേഷം ഒന്നുമില്ല. എനിക്കിപ്പോ 63 വയസ്സായി. എനിക്ക് എന്നാ കാലം കൊണ്ട് ജീവിക്കാനായിട്ട്. ഇപ്പൊ ഈ ലൈഫ് മിഷന്റെ തന്നെ അന്ന് എനിക്ക് ആ ഇത് കൊടുത്തിരുന്നെങ്കിൽ അവിടെ പോയാൽ അവിടെ പേരേ ഇല്ലെന്നാ പറയണത്. എന്നോട് അവര് ഫോൺ ചെയ്ത് പറഞ്ഞു അതൊക്കെ 1-2 വർഷം ആകുമ്പോൾ ഡിസ്പോസ് ആകുന്നത് ചേട്ടാന്ന് പറഞ്ഞു. ഈ കണ്ണടിച്ചാൽ കാതൽ വരും ചൊല്ലുങ്കേ, നിങ്ങ കൈ തട്ടിനാൽ ആട്ടം വരും ചൊല്ലുങ്കേ, നിങ്ങ കണ്ണടിച്ചാൽ കാതൽ വരും ചൊല്ലുങ്കേ, നിങ്ങ കൈ തട്ടിനാൽ ആട്ടം വരും சொல்லுங்கே. முன்பே வரும் பாரு, இது 3 சக்கர தேரு, நன்மை வந்து சேரும், இது நம்பி வந்து ஏறு, ஏற்கமுள்ள மனசுக்காரடா, நான் ஏழைக்கெல்லாம் சொந்தக்காரடா, நான் எப்பொழுதும் ஏழைக்கெல்லாம் சொந்தக்காரடா. அசக்கு என்ன அசக்குத்தா, டுமுக்கு என்ன டுமுக்குத்தா, அசக்கு என்ன அசக்குத்தா, டுமுக்கு என்ன டுமுக்குத்தா, நான் ஒட்டக்காரன் நாளும் தெரிஞ்ச ரொட்டுக்காർ, നായമുള്ള വീട്ടുകാര. നമ്മള് ചിന്തിക്കാനുള്ളതെന്ന് പറയോ, ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോഴത്തേനും തീർച്ചയായിട്ടും അത് നമ്മളെ ഒരു പ്രശ്നത്തിൽ പാവപ്പെട്ടവരുടെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാ ജനങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. 100%. പണമുള്ളവർക്ക് അവിടെ ഉണ്ട്, അവർക്ക് ഉണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, ഇതുണ്ട്. പാവപ്പെട്ടവന്റെ ഒരു വേദന അവന് മനസ്സിലാക്കാൻ പറ്റിയല്ല. ഇത് പോയിന്റോടെ ഒന്ന് മനസ്സിലാക്കുക. നല്ല കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ, ഒരു 10-20% ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ശരിക്കും ചിന്തിക്കുക. അവർക്ക് കാറുണ്ട്, ബൈക്കുണ്ട്, അവർക്ക് ഒന്നുമില്ല. അവരുടെ കാര്യം അവർ നടന്നു പോകുന്നുണ്ട്. പാവപ്പെട്ടവന്റെ കാര്യമുണ്ട്. അവൻ ജീവിതകാലം മുഴുവൻ നരകിച്ച് ചീഞ്ഞ മരിക്കുന്നത് ഓരോ കാര്യം. ഒരാൾ പോലും ഒരു വീട്ടിൽ പോയിട്ട് ഒരു വ്യക്തിയുടെ പ്രശ്നം ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? അതങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ 50 വയസ്സാകുന്ന, 60 വയസ്സാകുന്ന, 70 വയസ്സാകുന്ന അവൻ മരിക്കുന്നു. എന്തോരം നിരക്കാന്നറിയോ, എത്ര കഷ്ടം. സ്കൂളിൽ പഠിക്കാൻ കുട്ടികൾക്ക്
പൈസ കെട്ടാൻ കഴിവില്ലാതെ ചില സമയത്ത് അറിയാം എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പം ഈ പണിയുടെ കുറവുകൊണ്ടാണ് പറയുന്നത്. അതെല്ലാം നമുക്ക് നിർത്താൻ പറ്റിയല്ല. എന്നാലും നമുക്ക് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ആൾക്കാർക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് തീരെ നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ആര് ജയിക്കണം? ആര് ജയിക്കണം? അൻവർ സാർ തന്നെ ജയിക്കണം. ഒരു 30,000 വോട്ടിൽ നിന്നാണ് എന്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭൂരിപക്ഷം ഞാൻ ഈ യൂട്യൂബിലൊക്കെ ഈ PV അൻവർ സാറിനെ ഇങ്ങനെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ എല്ലാ രാഷ്ട്രീയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ യൂട്യൂബിൽ കാണുമ്പോഴേ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കും. കാരണം ഒരു വിൽ പവർ ഉണ്ട്, ഒരു പ്രസക്തിയുണ്ട് പുള്ളിക്കാരൻ. അവർ സംസാരിക്കുന്നതും കാര്യങ്ങളും അവർ പറയുന്നതിൽ 100% ശക്തിയായ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വരെ അറിയാം അല്ലെ അവർ പറയുന്നത്. പക്ഷെ എല്ലാവരും എതിർക്കുകയാണ്. ഓരോരുത്തരൊക്കെ ഫോൺ കോളുകൾ ചെയ്തിട്ട് അവരെ അങ്ങനെ പറയുന്നത് മോശപ്പെട്ട രീതി. നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് പാവപ്പെട്ടവരെങ്കിലും രക്ഷപ്പെടും. പണക്കാർക്ക് രക്ഷപ്പെടുത്താനൊന്നുമില്ലല്ലോ. അവർക്കെല്ലാം ഉണ്ട്, അവർക്കെല്ലാം കിട്ടിപ്പോയി ജീവിതത്തിൽ. പിന്നെ അവർക്ക് എന്നാ രക്ഷപ്പെടാനായിട്ടാ? അവരെവിടെയെങ്കിലും കൊണ്ടുപോയി വോട്ട് കൊടുത്തിരിക്കോട്ടെ. പാവങ്ങൾ വോട്ട് കുത്ത്.